ചേച്ചി ഒരു ബർത്ത്ഡേ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഞാനും ഒറ്റക്കാഴ്ച ഒരു ബർത്ത്ഡേ പരിപാടി ഈ ഇമോട്ട് ഒന്ന് മാറ്റട്ടെ. അല്ല ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി അതെ 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 പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഭയങ്കര പരിപാടി ബർത്ത്ഡേയുടെ പരിപാടിയാണോ അത്? ആ ബർത്ത്ഡേന്റെ പരിപാടിയാണ്. അതാണ് ഈ അത് വേറെ പോയിക്കോടെ തള്ളേ കൊറേ പ്രായമല്ല. അപ്പൊ ഷെയ്ക്കിന്റെ മറ്റേ എന്താ പറയുന്നത് എന്തായിരുന്നു? അത് ഒരു പ്രൊപ്പോസൽ. ചേച്ചി പ്ലീസ് കാണുന്നില്ലല്ലോ ഒന്ന് മാറി നിന്നാ ഞങ്ങക്ക് പരിപാടി ചെയ്യായിരുന്നു. താര എന്ത് ഫീൽ ചെയ്യുന്നു? എനിക്ക് തലവേദന ആവുന്നുണ്ട് കേട്ടോ. ആണോ? ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ചെയ്യട്ടെ ചെയ്യട്ടെ ചെയ്യട്ടെ. എടാ ഒരു പാട്ട്, എടാ ശരിക്കും ഒരു പാട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ വേറൊരു നീ അറിയാത്ത റേഡിയോന്റെ അടുത്ത് സൈലന്റ് ആകാൻ പറ. ആ റേഡിയോവും ഇതെല്ലാം അടുത്തൊന്ന് കളയോ? അല്ല സോറി, ഒന്ന് സൗണ്ട് കുറക്കോ? എടാ എല്ലാരും ഒന്ന് സൈലന്റ് കാര്യം സംസാരിക്കട്ടെ. എല്ലാരും എടാ ഇത് സൈഫറെ, നിന്റെ വായിൽ ഞാൻ പയം കുത്തിക്കേറ്റടാ. അങ്ങോട്ടല്ലേ ചോദിക്കുന്നത്, ഇവിടെ കേൾക്കുന്നോ? ആ കേക്കുന്നുണ്ട്, അതാ പറഞ്ഞത്. അല്ലല്ല ശരിക്കും ഫസ്റ്റ് എന്റെ ഒരു പാട്ട്, എന്നിട്ട് അതിന് ശേഷം ഒരു പാട്ട്, നിന്റെ വക ഒരു പാട്ട്. നീ പാട്ട് വന്നപ്പോ ഞാൻ ഇപ്പൊ ഒരു പാട്ട് പാടാൻ പോയത്. ഓക്കെ ഓക്കെ, ഈ പാട്ടിൽ വേണം അവള് പോകാന്. ഒരു പാട്ട് പറ. പാട്ട് കിട്ടി, പാട്ട് കിട്ടി. അസർപ്പിന്റെ മോളെ കാണാൻ ചേല്, നീ ഒന്ന് ചിരിച്ചാൽ പുഞ്ചിരി വിരിയും. അസർപ്പിന്റെ മോളെ കാണാൻ ചേല്, നീ ഒന്ന് ചിരിച്ചാൽ പുഞ്ചിരി വിരിയും. അടിപൊളി അടിപൊളി അടിപൊളി. പാട്ടെങ്ങനെ? സൂപ്പർ 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 സൂപ്പർ. ഞാൻ പാടണ്ടേ? ശരിക്കും നീ പാട്ടിട്ടോ, നീ പാട്ടിട്ടോ, നീ പാട്ടിട്ടോ, നീ പാട്ടിട്ടോ. രണ്ടാള് കാണാൻ വന്നേണോ? ഇത് കഴിഞ്ഞിട്ട് കാണാമോ? വെറുതെ പാടി. ആ എന്റെ കൽവിലെ പാടിയതാ, എന്റെ കൽവിലെ. വേണ്ട ഞാൻ പാടണ്ട, ഞാൻ പാടിയത് മുഞ്ചു നമുക്ക് തോന്നും. താരാ മൊബൈലെല്ലാം അടവക്ക്. അല്ലല്ല ആ അങ്ങനെ നമുക്ക് കുറച്ച് കേറിക്കാല. ഒന്ന് ഫ്രണ്ടിൽ നിൽക്കോ? വെള്ളച്ചാട്ടത്തിനെ കൊണ്ട് പാട്ട് പറയും. പാട്ട്
അല്ല ഭൂമി ഷെയ്ക്ക് എവിടെ? ആ അവര് ആടുണ്ട്. ഒരു മിനിറ്റ് താര പറഞ്ഞ പോലെ ഫുള്ള് സെറ്റ് ആക്കണേ. നമ്മൾ തൈലണ്ടായി കൊടുക്കണം എല്ലാരും. ഹലോ താര എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഒരു മിനിറ്റ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ ഇവിടെ. ഒന്നും കേക്കുന്നില്ല. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാം. അനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് താര എനിക്കിത് പറയാണ്ട് പറ്റൂല. ഞാൻ ഇത് ചൊല്ലിയാവണം. ഐ ലവ് യു. അല്ല എനിക്ക് ഷമീരോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് പറഞ്ഞാൽ ഷമീർ അല്ല അപ്പൊ ഇതെല്ലാം റെസ്റ്റോറന്റ് നമുക്ക് സംസാരിച്ചാലോ? അപ്പൊ ഇത്രയും സെറ്റപ്പ് അല്ല നിങ്ങക്ക് ഇവിടുന്ന് സംസാരിക്കണതിന് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സംസാരിക്കാം. ഞങ്ങൾ മാറി തരണോ? നമ്മള് മാറി തരുമോ? കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം. കൊമ്പിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ബ്രോ നിങ്ങൾ അതിന്റെ അടിയിലാണ്. അല്ല കൊമ്പിനോടാണോ എന്നോടാണോ? ഓക്കെ ഷമീർ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കെന്നാ മാറി സംസാരിക്കാം. അതാണ് ഉള്ളത്. ഒന്ന് വരുമോ അങ്ങോട്ട്? അല്ല ഞാൻ ഇത്രയും സെറ്റപ്പ്. ഹലോ ചന്ദ്ര മൂഞ്ചിയടാ മൂഞ്ചി ചന്ദ്ര ചന്ദ്രയുടെ ചന്ദ്ര ഞാൻ മൂഞ്ചിയടാ. സംസാരിക്കണം. ഓ ലൈഫ് ഈസ് അൺഫെയർ. ആരാ ഇങ്ങോട്ടോ? ഷമീർ, അല്ല നീ ഇങ്ങനെ ഇപ്പോ പ്രപ്പോസ് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ? എനിക്ക് പണ്ടേ പറയാനുണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടില്ല. അതുകൊണ്ടാ പറയാത്തത്. ഒരു പാട്ട് ഒരു മിനിറ്റ് പാട്ടൊന്നും വേണ്ട. അല്ല വേണം. ഒരു മിനിറ്റ് ഫീലൊക്കെ കിട്ടട്ടെ. എടാ ഭൂമി ഒരു ഉപകാരം ചെയ്താൽ ഒരു പാട്ട് വെച്ചേരോ അവർക്ക്? അവിടെ നല്ല ഇതിന് ഉസ്മാനെ ഫസ്റ്റ്. ഉസ്മാനെ ഒന്ന് വരുമോ? ഉസ്മാനൊന്ന് വരുമോ? ഇസ്മായിൽ വാ എന്നാല്. എന്താ പറഞ്ഞേ? ഇസ്മായിൽ മതി. അല്ല ഒരു ചെറിയ ആവശ്യത്തിനായിരുന്നു. ഇസ്മായിലേ ഒരു നേരത്തെ വെച്ചെന്ന ആ സെയിം പാട്ടൊന്ന് വെച്ചേരോ അവർക്ക്? ഞാൻ എന്നാ നീക്കറിയില്ല. ഏതെങ്കിലും ഒരു അങ്ങനത്തെ ഒരു പാട്ട് വെക്ക്. എടാ പാട്ട് കേട്ടോ പ്രണയിക്കാൻ തോന്നും. എനിക്ക് സംസാരിക്കാനുണ്ട്. ഇസ്മായില് സോറി ഇസ്മായിലേ. ആ ഭൂമി എന്നാ പോയിക്കോ. പാട്ട് എന്നാ വേണ്ടെന്ന് തോന്നുന്നു. പാട്ട് വേണ്ട. ബാലൻസ് സ്കോർഡോ എന്താടാ പറയുന്നത്? എന്റെ ജീവിതം മൂഞ്ചി തെറ്റിയിട്ട് ഞാൻ ഇവിടെ കടക്കന്ന്. പറയൂ കൊമ്പി പറയൂ. കൊമ്പിയോ? അല്ല നാവുളുക്കി പോയി താരാ. ഇങ്ങനെ അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. മനസ്സിലുള്ളത് പുറത്തു വരും.
ഇത് മനസ്സിലുള്ളതല്ല, ഇത് നാവ് ഉളുക്കിപ്പോയതാണ്. നാവ് ഉളുക്കിപ്പോയി, നാവ് ഉളുക്കിപ്പോയി. പ്ലീസ്. ഷമീർ, ഞാനൊരു കാര്യം പറയാം. ആ ആ ഒരു കാര്യമല്ല, കുറെ കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞോ. നിനക്കറിയാലോ, ഞാൻ പണ്ടൊരാളെ സ്നേഹിച്ചായിരുന്നു. ഓക്കെ, ബാലൻ. അതെ. ആ ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഓക്കെ. മറക്കാൻ പോലും പറ്റത്തില്ല എന്നൊരു ഇതിലായിരുന്നു ഒരു സമയത്തിന്. ഓക്കെ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ആ പക്ഷേ എന്റെ മനസ്സറിയാണ്ട് അവൻ എന്നെ കളഞ്ഞിട്ട് പോയതാ, വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. അതെനിക്കറിയാം, സ്റ്റോറി നീ പറഞ്ഞായിരുന്നല്ലോ. ആ, സോ എനിക്ക് അതിന് പുറത്തു വരാൻ പറ്റിയില്ല. കാരണം ഒരാളെന്നെ സ്നേഹിച്ചാൽ ഒരു 10% സ്നേഹിച്ചാൽ ഞാൻ 100% സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാനും അങ്ങനെയാ. സോ എനിക്ക് ബാലന്റെ ശേഷം എനിക്ക് ഒരാളിനെ സ്നേഹിക്കണം എന്ന് തോന്നിയിട്ടില്ല. ബിക്കോസ് ഒരു പേടിയുണ്ട് എന്റെ മനസ്സിൽ ഇപ്പോഴും. വീണ്ടും തേച്ചിട്ട് പോവോ, ഇങ്ങനെ ഒഴിവാക്കി പോവോ എന്നൊരിത്. സോറി, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മൈൻഡ് ചെയ്യരുത്. ഇല്ല ഇല്ല, ഞാൻ സോ അങ്ങനെ ആ ഒരു പേടി അല്ല, ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഇല്ല, ആ പേടിയാണോ താരന്റെ പ്രശ്നം? ആ പേടി മാത്രല്ല, ഇപ്പൊ ഞാൻ പണ്ടാണെങ്കിൽ, പക്ഷെ ഇപ്പൊ എനിക്കൊരു ഫാമിലി ഉണ്ട്. അപ്പൊ ഞാൻ അന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ ബാലനുമായിട്ട് ഇപ്പൊ നിങ്ങക്ക് ഇതുണ്ടാ പരിപാടി? അല്ല, കണക്ഷൻ ഇല്ലല്ലോ ബാലനുമായിട്ട് ഇപ്പൊ? ബാലനായിട്ട് ഞാൻ ബാലനോട് സംസാരിക്കുന്ന പോലെ ഇല്ല ഇപ്പൊ. ഒരു മിനിറ്റ്, ഇതാ മോനെ, ചോറ് വേറെ എവിടെയെങ്കിലും പോയിട്ട് വിളമ്പ്. ഒന്ന് സൈഫറെ, നീ ഈടെ മറ്റു ചോറ് വിളമ്പല്ല പ്ലീസ്, അത് കേൾക്കുന്നുണ്ട്, ഒന്ന് അങ്ങോട്ട്. ആ ഓക്കെ. അല്ല കൊമ്പി, അപ്പൊ പറഞ്ഞോളൂ. ബാലനായിട്ട് എന്താണ്? ഞാൻ കൊമ്പി അല്ല, പ്രപ്പോസ് ചെയ്യാൻ വന്നത്. സോറി, ഒരു മിനിറ്റ്, എന്റെ നാവ് എന്തോ. ഒരു കാര്യം പറയട്ടെ ഷമീർ, നീ കുറച്ച് ടൈം എടുക്കണം കേട്ടോ. നീ കുറച്ച് ടൈം എടുത്തിട്ട് എന്റെ മനസ്സില് പ്ലീസ്. അല്ല പ്ലീസ് ടൈം എടുക്കോട്ടോ. ടൈം എടുക്കണേ, എടുത്തിട്ട് പറയുന്നേ. അല്ല നീ നല്ലോണം ഒരു ദിവസം നല്ലോണം ഇരുന്നിട്ട് ആലോചിച്ചിട്ട് എന്റെ മനസ്സില് മൈൻഡില് ഫുള്ള് ഉള്ളത് കൊമ്പിയാണോ താരയാണോന്നൊന്ന് തീരുമാനിച്ചിട്ട് പറഞ്ഞാ മതി. മനസ്സിലായോ? അല്ല എനിക്കറിയാം. ഞാൻ ഇത് എന്തുകൊണ്ട് പറയുന്നറിയാം. ഞാൻ പണ്ടാണെങ്കിൽ എപ്പോ ആരും എന്റെ മുമ്പിൽ നിന്നാലും ബാല എന്ന് വിളിക്കും. എന്തുകൊണ്ടാ? എന്റെ മനസ്സിൽ അവനുള്ളത് കൊണ്ട്. അപ്പൊ വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇതാണോ ബാലൻ? കൂടിയതിന് കിട്ടാൻ ഒരു കാര്യം പറയട്ടെ, അല്ല ഓനുമായിട്ട് ഇപ്പൊ അല്ല അതില്ല. പക്ഷേ വീണ്ടും എന്നെ വിട്ടിട്ട് പോവെന്നൊരു പേടി എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. വേറെ ആളിനെ സ്നേഹിച്ചാൽ ഇപ്പൊ നീ തന്നെ അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. വീണ്ടും എന്റെ ആ ഒരു ട്രോമ തിരിച്ചു വരുന്നുണ്ട്. നീ കൊമ്പി എന്ന് വിളിക്കുന്നുണ്ട്. താരയാണ് നിന്റെ മുമ്പിൽ നിന്നത്. മനസ്സിലായോ? സോറി, എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വിഷമായി. നീ ആദ്യം ഒന്ന് ഒന്ന് തിങ്ക് ചെയ്യ്. നിന്റെ മനസ്സിലാരാണ്? എന്റെ മനസ്സിൽ നീയാണ് താര. പക്ഷെ നിന്റെ വായിന്ന് കൊമ്പിയാണല്ലോ വരുന്നേ. അതെന്താ അറിയോ? നീ എപ്പം അവൈലബിൾ അല്ല എന്റെ മുമ്പിൽ, ആണോ? അല്ല മീൻസ് എപ്പം ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൊമ്പി ആയിട്ട്. അപ്പൊ ഞാൻ അവളെ പേര് വിളിച്ച് അങ്ങനെ ശീലിച്ചതാ. എടാ തലയില് ഞാറ് കെട്ടവനെ ഒന്ന് മാറിയില്ലേ. അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എന്റെ നാവ് വിളിക്കതാ. അല്ലാണ്ട് അനക്ക് നീ
നീ തന്നെയാണ് എന്റെ ഫസ്റ്റ് ലവും ഇവിടെ വന്നിട്ടുള്ള എന്റെ ഫസ്റ്റ് ലവും ലാസ്റ്റ് ലവും നീ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ പക്ഷെ നീ അല്ല, പക്ഷെ നീ എന്തെല്ലോ ചിന്തിക്കുന്നുണ്ട്. അല്ല, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ശരിയാണ്. പക്ഷെ ഇതെന്താ ഇതെന്താ ഉദ്ഘാടനോ? ശരിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. അല്ല, ഒരു മിനിറ്റ്. ഷമീര്, അല്ല നീയും ഞാൻ ലൈക്ക് നീ ഇപ്പൊ കൂടുതൽ കൊമ്പിയുടെ കൂടെ അല്ലേ? ആ, ഞാൻ ഇത്ര ആളുണ്ടായിരുന്നില്ല. ഓൻ വരുമ്പോ നിനക്ക് അറിയുന്നല്ലോ, അവൻ സിറ്റി കയറുമ്പോ എപ്പോഴും ഒരു 10:30. അതെ, ടൈമിന്റെ പ്രശ്നം. നീ എപ്പോഴും 9:30 ആകുമ്പോത്തിന് പോകുന്ന ആളാ. അപ്പൊ അവര് ഫ്രണ്ട്ഷിപ്പാണ്, മനസ്സിലായോ? അല്ലാതെ ഇല്ലില്ല, ഞാനത് തെറ്റിദ്ധരിക്കുന്നതല്ല. പക്ഷെ ഒരു ക്ലാരിറ്റി ലൈക്ക് കൊണ്ടുവരാൻ പറയുന്നതാണ്. ബിക്കോസ് അവന്റെ വായന ഇങ്ങനെ കൊമ്പി എന്ന് വരുമ്പോൾ എനിക്ക് വിഷമാവില്ലേ? നിന്റെ മനസ്സിലുള്ളത് പറഞ്ഞാ മതിടാ. സത്യം അല്ല, എന്റെ വായി സ്ലിപ്പായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഷമീർ എന്നോട് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ ഞാൻ അതില് മെൽറ്റ് ആവുന്നുണ്ട് എപ്പോഴും. അത് സത്യം. ഓക്കെ, പക്ഷേ നീ ഒരു മിനിറ്റ്. സന്തോഷായിട്ടുണ്ടാവല്ലേ? എനിക്ക് ഷമീറിനോട് മാത്രം സംസാരിക്കാനുണ്ട് കേട്ടോ. ഇത്ര ആൾക്കാർ ഇവിടെ നിന്നപ്പോൾ അല്ല, നിങ്ങൾ ഇടുന്നോ? നമ്മള് മാറാം. അല്ല, നമുക്ക് രണ്ടുപേർക്കും അറിയാൻ പോരെ. വാ, നമുക്ക് ഷെയ്ക്ക് വരുമോ? ഷെയ്ക്ക് ആരും വരത്തില്ല, ആരും വരണ്ട. വെയിറ്റ് ഞാൻ പറയുന്നത് നീ കേട്ടാ മതി കേട്ടോ. ഷമീർ ഇങ്ങോട്ട്. ഷമീരെ, നീ എന്നോട് കാണിക്കുന്ന സ്നേഹം അല്ല. ശരിക്ക് ഷമീർ ഇങ്ങനെ നിന്നെ കാണുന്നില്ല നീ. എടാ നീ എന്നെ ഒന്ന് പോ. നീ എന്തൊരു ഒളിഞ്ഞു നോക്കി മനസ്സിലാവത്തില്ലടാ. ഓക്കെ, ഷമീർ, നീ എന്നോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്താ പറയാ, നീ ഒരു ഫാമിലിയിലാണ്, ഞാനൊരു ഫാമിലിയിലാണ്. അതൊന്ന് സെറ്റ് ആവോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് നിന്റെ ഒരു എന്താ പറയാ, മലയാളം ഇത് എങ്ങനെ പറയടാ? എന്താ സംഭവം പറഞ്ഞ? നീ ഒരു ലൈക്ക് ആണ്, ഇന്നസെന്റ് ആണെന്ന് എനിക്ക് ഒരിതുണ്ട് എന്റെ മനസ്സിൽ. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. ഹോപ്പ്ഫുള്ളി പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ചില കാര്യത്തിന് നമ്മളുടെ റിലേഷൻ കാരണം എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നൊരു പേടി. അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അനക്ക് നീ പറഞ്ഞാൽ ഇപ്പൊ സത്യ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്റെ ഇതും കൂടി മനസ്സിലാക്കണം. അനക്ക് കൊമ്പി ഞാൻ ഒരു സത്യം അത് മനസ്സിലായി. അല്ല, ഞാൻ കൊമ്പിയാണ് പ്രശ്നമെങ്കിൽ കൊമ്പി എന്നെ 2 പ്രാവശ്യം. കൊമ്പി പ്രശ്നമല്ല, കൊമ്പി പ്രശ്നമല്ല, അതല്ല ഞാൻ പറയുന്നത്. അന്ന് ബാലൻ ലൈക്ക് എന്തിനാ റിജക്ട് ചെയ്തെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ലൈക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി എന്തിനാന്ന് അല്ല ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. രണ്ട് ആൾക്കാർ 2 ഫാമിലീസിലുള്ളപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് അത് ഭയങ്കര ശോകമാവും. സോ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ലൈക്ക് ഞാനിപ്പോ ബാലൻ വിചാരിക്കുന്ന പോലെയാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളും അല്ല, ഒരേപോലെ ആലോചിക്കുന്നുണ്ട്. മനസ്സിലായോ? എനിക്കറിയാം.
അല്ല കണ്ടോ ഷമീറിന് ഇങ്ങനെ ചൂടാവല്ലേ സോറി ഓക്കെ ഇങ്ങനെ ഇല്ല ചൂടാവല്ലേ ഷമീര് സോറി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് ഭയങ്കര മനസ്സിലായോ ഓ ഞാൻ പറഞ്ഞതൊന്ന് മനസ്സിലാക്ക് അപ്പൊ എന്താ നീ പറയുന്നത്? എനിക്ക് ടൈം വേണമെന്നാണോ പറയുന്നത്? ടൈം വേണമെന്നല്ല നമ്മള് കുറച്ച് ദിവസം നമ്മള് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ടൈം കുറവാണല്ലേ അല്ലേ അതെ 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 നമ്മൾ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാം ഓക്കെ ടൈം സ്പെൻഡ് ചെയ്യാം ജസ്റ്റ് ലൈക്ക്